ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഒഴിവാക്കി കൊടുക്കണം. ഓട്ടോയുടെ ഡീസൽ അടിക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഗ്യാസ് അടിക്കുന്ന സെസ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വലിയ അപകടത്തിലേക്ക് പോകും. നമ്മൾ ചിന്തിക്കാത്ത പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, അവര് സംഘടനകൾ രംഗത്തുണ്ട്. ആ സോഷ്യൽ ഇമ്പാക്ട് പരിശോധിക്കുമ്പോൾ ഗണേഷ് കുമാർ പറയുന്ന കാര്യം എത്ര വ്യക്തതയോട് കൂടിയാണ് പറയുന്നത് നോക്കൂ. ഓട്ടോ തൊഴിലാളികൾക്ക് ടാക്സിൽ അളവ് കൊടുക്കണം, അതേപോലെ തന്നെ സീസിൽ അളവ് കൊടുക്കണം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഗണേഷ് കുമാർ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2023 ആന്റണി രാജു അധികാരത്തിൽ ഗതാഗത മന്ത്രിയായിട്ട് തുടർന്നിരുന്ന സമയത്ത് KN ബാലഗോപാലാണ് ധനകാര്യ മന്ത്രിയായിട്ടിരുന്നിരുന്നത്. അന്ന് 2 രൂപയോളം സീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേ KN ബാലഗോപാൽ 2024 ധനകാര്യമന്ത്രിയായിട്ട് തുടരുന്ന അതേ സമയത്ത് 2024 ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നത് ഗണേഷ് കുമാറാണ്. അന്ന് ഈ പറയുന്ന സീസിനെ കുറിച്ചിട്ട് ഗണേഷ് കുമാറിന് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അന്ന് ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ടാക്സ് അളവിനെ കുറിച്ചിട്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഓട്ടോ തൊഴിലാളികൾ വർഷങ്ങളായിട്ട് ഈ പറയുന്ന വില വർധനവിനനുസരിച്ചിട്ട് അവരുടെ മീറ്റർ ചാർജ് ഒരിക്കലും കൂടിയിട്ടില്ല. അത് 30 രൂപയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും 30 രൂപയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസും ഇതും കാര്യങ്ങളൊക്കെ വില വർദ്ധിച്ചിട്ടും അവർക്ക് ആ മീറ്റർ ചാർജ് എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ഒരു ദിവസം 500 രൂപയ്ക്ക് വാടക ഓട്ടോയ്ക്ക് കൊടുത്തിട്ട് ഓട്ടോ ഓടുന്ന ഓട്ടോറിക്ഷക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒപ്പം തന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങൾ, ഓട്ടം വളരെയധികം കുറയും. ഓട്ടം ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെയുള്ള ഓട്ടോ ചാർജോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ളതൊക്കെ ഈ നിലനിൽക്കുന്ന മേഖലയെ കുറിച്ചിട്ട് ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതല്ല നോക്കുക. താങ്കൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാർ പരിശോധിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കളുടെ തോൽവിയില് പത്തനാപുരത്തുള്ള ഓട്ടോ തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ പടക്കം പൊട്ടിച്ചുകൊണ്ടും മധുരം വിളമ്പിക്കൊണ്ടുമാണ് മധുരം വിതരണം ചെയ്തുകൊണ്ടുമാണ് അവർ ആഘോഷിച്ചത്. കാരണം താങ്കൾ അത്രയ്ക്കും ഫെയിലാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് മേഖലകൾ കാര്യങ്ങൾ താങ്കൾ തകർത്തിട്ടുള്ളതിന്റെ അത്രയ്ക്ക് വേറൊരാളും തകർത്തിട്ടില്ല എന്നതുകൊണ്ട് അവരും പടക്കം പൊട്ടിച്ചുകൊണ്ടും മധുരം വിതരണം ചെയ്തുകൊണ്ടും താങ്കളുടെ തോൽവി ആഘോഷിച്ചു. അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ